മാറ്റം. ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. പാർട്ടി വിടാനൊരുങ്ങി തൊടുപുഴയിലെ മുതിർന്ന നേതാക്കൾ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതൃത്വം മകൻ അപ്പു ജോൺ ജോസഫിന്റെ കൈകളിൽ എത്തുമെന്ന കാര്യം ഉറപ്പായതോടെ തൊടുപുഴയിലെ ജോസഫ് ഗ്രൂപ്പിലെ അസംതൃപ്ത വിഭാഗം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. PJ ജോസഫിന്റെ പാർട്ടിയിൽ മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ രൂപീകൃതമായ അസംതൃപ്ത വിഭാഗം ശക്തി സമാഹരിച്ച് പുതിയ ലാവണം തേടുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഏറെക്കാലമായി പാർട്ടിയുടെ വളർച്ചയിലും തളർച്ചയിലും PJ ജോസഫിനൊപ്പം നിലകൊണ്ട നേതാക്കളെ അപ്പു ജോൺ മാറ്റി നിർത്തുന്നതാണ് പാർട്ടിയിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ജോസഫിന്റെ മകന്റെ അവഗണനയും ധിക്കാരവും സഹിച്ചു തുടരുന്നതിൽ അർത്ഥമില്ലെന്നാണ് അസംതൃപ്ത വിഭാഗം നേതാക്കൾ പറയുന്നത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ ലാവണം കണ്ടെത്തി അവിടെ കയറി കൂടാനുള്ള തീരുമാനത്തിലാണ് അസംതൃപ്തരുടെ കൂട്ടായ്മ എത്തി നിൽക്കുന്നത്. അപ്പുവിന്റെ അപ്രമാദിത്വത്തിൽ അതൃപ്തിയുള്ളവരുടെ ഓപ്പൺ ഹൗസ് മീറ്റിംഗ് തൊടുപുഴയിൽ വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചതായാണ് ലഭിക്കുന്ന സൂചന. വരും ദിവസങ്ങളിൽ അസംതൃപ്ത വിഭാഗത്തിലേക്ക് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും എത്തിച്ചേരുമെന്നും അറിയുന്നു. തൊടുപുഴയിലെ എല്ലാ പഞ്ചായത്തുകളിലും നിലവിലുള്ള നേതൃത്വത്തോട് ശക്തമായ എതിർപ്പുള്ളവരുടെ ഒത്തുചേരൽ രഹസ്യമായി നടക്കുന്നുണ്ട്. തലമുറ മാറ്റത്തെ എതിർക്കുന്നവർക്കുള്ള എല്ലാ ഒത്താശകളും രഹസ്യമായി ചെയ്തു കൊടുക്കുന്നത് ജോസഫിന് ശേഷം പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കരുതിയിരുന്ന പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനും കടുത്തുരുത്തി MLA-യുമായ മോൻസ് ജോസഫ് ആണെന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ പോകുന്നവർ പോകട്ടെ എന്നാണ് PJ ജോസഫിന്റെ നിലപാട്. മകന്റെ വരവിനോട് വിയോജിപ്പുള്ള ആരെയും ചേർത്തു നിർത്തുവാൻ ജോസഫ് തയ്യാറല്ല. ജോസഫിന്റെ പിറന്നാൾ ആഘോഷത്തിൽ മുൻകാലങ്ങളിൽ വീട്ടുകാരണവന്മാരെ പോലെ എല്ലാം നോക്കി നടത്തിയിരുന്ന തൊടുപുഴയിലെ സന്തത സഹചാരികളുടെ അഭാവം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മകന്റെ വാഴിക്കലിൽ തൊടുപുഴയിലെ യൂത്ത് ഫ്രണ്ട് നേതാക്കളുടെ ഇടയിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഈ അകൽച്ച വരും ദിവസങ്ങളിൽ മൂർച്ഛിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.